ഇപ്രാവശ്യം നബിദിനവുമായി ബന്ധപ്പെട്ട് സാക്ഷാൽ പേരോട് സഖാഫി നടത്തിയ ഒരു പ്രഖ്യാപനം നമുക്ക് കേട്ടുകൊണ്ട് ആരംഭിക്കാം. അദ്ദേഹം പറയട്ടെ അതുമായി ബന്ധപ്പെട്ട നിലപാട്. യുവതികളായ സ്ത്രീകൾ റോട്ടുമ്പലിറങ്ങിയിട്ട് നബിദിന റാലി നടത്തുകയാണ്. മുമ്പൊരിക്കലും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എവിടുന്നാണ് ഇതെല്ലാം കടന്നു വരുന്നത് എന്നറിയില്ല. വാസ്തവത്തിൽ പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തെ ഇവിടെ പ്രതിരോധത്തിലാക്കാനും സുന്നത്തി ജമാഅത്തിനെ നശിപ്പിക്കാനും വേണ്ടി ബിദ്അത്തുകാരായ പുത്തൻവാദികളുടെ പ്രചോദനത്തോടെയും വ്യാജ തരീഖത്തുകാരുടെ പ്രചോദനത്തോടെയും ചിലപ്പോൾ അറിവില്ലാത്ത ചില മുസ്ലിയാന്മാരുടെ പേരിലുള്ളവരാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ച് ഈ ഉമ്മത്തിനെ വഷളാക്കുന്നത്, സുന്നത്തി ജമാഅത്തിനെ ചോദ്യം ചെയ്യാൻ അവസരമുണ്ടാക്കുന്നത്. അവരുടെ വഞ്ചനയിൽ ഒരു മഹല്ല് കമ്മിറ്റിയും ഒരു മദ്രസ കമ്മിറ്റിയും പെട്ടുപോകരുതെന്നും നിങ്ങളുടെ മുൻഗാമികൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ നല്ല മൗലിദോതി, ബുറുദ ചൊല്ലി, മദ്ഹ് ചൊല്ലി, ഭക്ഷണം കൊടുത്ത്, ഖുർആനോതി, ദുആ ചെയ്ത് റാലി നടക്കുകയാണെങ്കിൽ അത് പുരുഷന്മാര് മാത്രം റാലിയാക്കി അങ്ങനെ അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്കല്ലാതെ ഒരു ദപ്പ് കയ്യിൽ കിട്ടിയാൽ പിന്നെ എന്ത് തോന്നിവാസവും ചെയ്യാം എന്നതും നബിതങ്ങളെ മദ്ഹാണെന്ന് പറഞ്ഞ് ഏതാണിനും പെണ്ണിനും ഒരുമിച്ച് കൂടാമെന്നതും ആരും തന്നെ അനുവദിച്ചതാണെന്ന് ചിന്തിക്കരുത്. സമസ്ത കേരള ജമിയത്തുകളുടെ പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ ആലിമീങ്ങളെ സ്റ്റേജിലിരുത്തിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. പണ്ഡിതന്മാർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവർ ചോദ്യം ചെയ്യപ്പെടുമെന്നതുകൊണ്ട് തന്നെ ഈ കാര്യം തുറന്നു പറയുകയാണ്. നാം നമ്മുടെ മുൻഗാമികളായ ആളുകൾ കാണിച്ചു തന്നതുപോലെ വളരെ ഭംഗിയായി മൗലിദ് പരിപാടികൾ നടത്തണം. അപ്പൊ കണ്ടോ എന്താ പറഞ്ഞത്? ആക്ഷേപങ്ങളൊക്കെ അപ്പോഴും പുത്തൻവാദികൾക്കാണ്. അത് പുത്തൻവാദിന്റെ ഏർപ്പാടാണ്. ഏതാ പുത്തൻവാദി? മൂപ്പരന്നെ വാറാര പുത്തൻവാദി. ഈ പുത്തൻവാദം കൊണ്ടെടുക്കുന്ന ഒന്നാമത്തെ പുത്തൻവാദി ഈ പറഞ്ഞ പേരോട് മുസ്ലിയാർ തന്നെയാണ്, ബാക്കി മൂപ്പര് ശേഷക്കാരായ ആളുകളും. അല്ലാതെ അതൊന്നും പുത്തൻവാദിനെ മേത്ത് കിട്ടിട്ട് തൽക്കാൻ രക്ഷപ്പെടാന്ന് വിചാരിക്കേണ്ട. പറ്റാത്ത എന്തുണ്ടായാലും അതൊക്കെ വഹാബികളെ മേത്ത് കിടും. ഇതൊന്നും ദീനുമായി ബന്ധമുള്ള കാര്യമല്ല എന്നാണ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്നിട്ട് മൂപ്പര് പറയാ പണ്ഡിതന്മാർ ധർമ്മം നിർവഹിക്കണം, ഉണ്ടാക്കാൻ പറ്റൂലെന്ന്. അവിടെ ഏതെങ്കിലുമൊക്കെ ഉസ്താദുമാർ ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ ചെയ്തു പോയെങ്കിൽ ആ ചതി പെട്ടുപോകണ്ട മൂപ്പര് പറഞ്ഞത്. എന്നാൽ ഏതെങ്കിലും മുസ്ലിയാരല്ല, പേരോട് മുസ്ലിയാരെക്കാൾ ഏറെ ദറജയുള്ള ആ കൂട്ടായ്മയിലെ തന്നെ വലിയ വലിയ മുസ്ലിയാക്കന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ മലപ്പുറം ടൗണിൽ മണിക്കൂറുകൾ നീണ്ടു നിന്ന ബ്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഈ പ്രകടനം ഉണ്ടായത്. ഏതെങ്കിലും മുസ്ലിയാക്കന്മാരായിരുന്നില്ല. കാണാൻ നിങ്ങൾക്ക് അതേ ചില രംഗങ്ങൾ കണ്ടോ? മലപ്പുറം ടൗണിനെ മൊത്തം ബ്ലോക്കാക്കുന്ന രൂപത്തിൽ എത്ര ദീർഘമായ സമയമാണ്. ഒരുപാട് യാത്രക്കാരെ പ്രയാസപ്പെടുത്തി ഈ ടൗണിന്റെ മുഴുവൻ പ്രധാന റോഡുകളെയും ബ്ലോക്കാക്കിക്കൊണ്ട് നബിതങ്ങളുടെ പേരും പറഞ്ഞുള്ള ഈ ആഘോഷം നേരത്തെ പേരോട് മുസ്ലിയാർ പറഞ്ഞ അതിന് നേർചിത്രമാണ്. മുമ്പിൽ പറഞ്ഞ പുത്തമ്പാതി ഉണ്ടാക്കിയത, കള്ളത്തൊലീക്കത്തിൽ ഉണ്ടാക്കിയത. ഏതെങ്കിലുമൊക്കെ മുസ്ലിയാക്കന്മാരങ്ങ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ ചതി പെട്ടുപോകണ്ടെന്ന് പറഞ്ഞല്ലോ. എന്നാൽ സാക്ഷാൽ ഖലീൽ ബുഖാരി നേതൃത്വത്തിന് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് ഔദ്യോഗികമായി അവർ പ്ലാൻ ചെയ്ത് തയ്യാറാക്കി അവർ നടത്തിയ പ്രകടനത്തിന്റെ കാഴ്ചയാണത്. ഇങ്ങനെ എത്ര പ്രകടനങ്ങൾ എന്നു മാത്രമല്ല, ഇവിടുത്തെ മുഖാമുഖത്തിലാണ് അലവി സഖാഫിയാണ് ഈ പ്രകടനത്തിന്റെ പരസ്യം പറഞ്ഞത്. ഏതെങ്കിലും മുസ്ലിയാരല്ല.
ഇവിടുത്തെ മുഖാമുഖത്തിലാണ് അലവി സഖാഫി ഈ പ്രകടനത്തിന്റെ പരസ്യം പ്രഖ്യാപിച്ചത്. അല്ല ഏതെങ്കിലും ഏഴാംകുലി മുസ്ലിയാക്കന്മാർ ചെയ്തു പോയ, കള്ളത്തൊരീക്കത്തുകാരൻ ചെയ്തു പോയ, ഏതെങ്കിലും പുത്തൻവാദി ചെയ്തു പോയ കാര്യമല്ല. ഈ ചെയ്യുന്നവരൊക്കെ പുത്തൻവാദികളാണ് എന്നാണ് നമ്മുടെ വാദം. അലവി സഖാഫിന് ആ പ്രഖ്യാപനം കൂടി കേൾക്കാം നമുക്ക്. അടുത്ത പിന്നെ റബീഉൽ അവ്വൽ 11 അൽഹംദുലില്ലാഹ് മലപ്പുറം പട്ടണത്തെ പുളകമണിയിച്ചുകൊണ്ട് നമ്മുടെ മഅദിനു സഖാഫത്തിൽ ഇസ്ലാമിയയുടെ കീഴിൽ ആദരണീയരായ ഈ പ്രസ്ഥാനത്തിന്റെ നായകൻ സയ്യിദ് ബദറു സാദാത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ ഈ മലപ്പുറം പട്ടണത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആ വളരെ വർണ്ണശബളമായ വിധത്തിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെയും SYSന്റെയും SSFന്റെയും പ്രവർത്തകന്മാർ അണിനിരന്ന ഗംഭീരമായ ഘോഷയാത്ര നടക്കാൻ പോവാണ്. അപ്പൊ കണ്ടോ എന്താ പറഞ്ഞത്? ഔദ്യോഗികമായിട്ടാണ് SSFനെയും SYSിലേക്ക് ഔദ്യോഗികമായിട്ടാ അതിന്റെ ഭാരവാഹിയായ പേരോട് മുസ്ലിം പറഞ്ഞത് ഇതൊക്കെ പുത്തൻവാദിയാണ്. അപ്പൊ ആരാ പുത്തൻവാദി? അതാ ഞങ്ങൾ പറയും ഇതൊക്കെ പുത്തൻവാദം തന്നെയാണ്. ഇത് സ്വഹാബത്തിന്റെ മാതൃകയല്ല, ഇത് താബിഈങ്ങളുടെ മാതൃകയല്ല, തമിഴ് താബികളുടെ മാതൃകയല്ല. ഇതിന് കൈവിട്ടു പോയിട്ട് ഇപ്പൊ പറയാ അത് ഏതെങ്കിലും കള്ളത്തൊരീക്കത്തുകാരനാണ്. അപ്പൊ SSF കള്ളത്തൊരീക്കത്ത, SYS കള്ളത്തൊരീക്കത്ത, മുസ്ലിം ജമാഅത്ത് കള്ളത്തൊരീക്കത്ത, ആ മുസ്ലിം ജമാഅത്ത് നേതൃത്വം നൽകുന്ന ഇബ്രാഹിം ഖലീൽ ബുഖാരി കള്ളത്തൊരീക്കത്തിന്റെ ആളാണോ അതോ പുത്തൻവാദിയാണോ? ഏതാ പറയണം? നൗഷാദ് മുസ്ലിയാരൊക്കെ പറഞ്ഞത് നിങ്ങളൊക്കെ പുത്തൻവാദി ആയിട്ടുണ്ട് എന്നാണ്. പേരോട് മുസ്ലിയാരും അതേപോലെ ഖലീൽ ബുഖാരിയൊക്കെ പാതി വഹാബി ആയിട്ടുണ്ട് എന്നാണ് നൗഷാദ് മുസ്ലിയാരുടെ വാദം. ആയിക്കോട്ടെ, ബാക്കി മുഴുവനായി കിട്ടിയാൽ അൽഹംദുലില്ലാഹ് അത്രയും ശ്രദ്ധ സമൂഹത്തിൽ കുറഞ്ഞിട്ടും എന്ന് നമുക്ക് പറയാനുള്ളൂ. അപ്പൊ സഹോദരങ്ങൾ, ഇതൊന്നുമല്ല ദീന്. ഇന്നലെ അവസാനം മാവേലി വരെ ഇപ്പൊ നബിരാഘോഷത്തിൽ ഇറങ്ങി നിവൃത്തിയില്ല, വേറെ സ്ഥലമില്ല പോകാൻ, വേറെ ഇറങ്ങാൻ സ്ഥലം വേണ്ട. എവിടെ ഇറങ്ങി നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും കംപ്ലീറ്റ് ബല കയ്യില്ല. മൂപ്പര് വേണ്ടി കഴിഞ്ഞാൽ മൂപ്പര് കൊല്ലത്തൊഴിക്ക വരുന്നതാണ്. കൊല്ലത്തൊഴിക്ക പ്രത്യേക വരം വാങ്ങി വന്ന് നോക്കിയില്ല, മറ്റത് എന്നും തന്നെയല്ലേ. മറ്റേ എപ്പോൾ വിളിച്ചാൽ റെഡിയാണ്. നമ്മളെ വിശ്വാസപ്രകാരം വല്ലാ നിലത്തീനും എന്നെ വിളിപ്പോർക്ക് വായ്പുള്ളത് സ്ഥിരം ചെയ്യും ഞാനെന്നോ പറഞ്ഞ എപ്പോൾ വിളിച്ചാൽ റെഡി. മാവേലിക്ക് അങ്ങനെയൊന്നുമില്ല. മൂപ്പര് കൊല്ലത്തൊഴിക്കല് അന്ന് വന്ന് നോക്കുമ്പോൾ പടം ഒഴുകുഞ്ഞ മൊത്തത്തിൽ മൂലമല. പിന്നെ നിവൃത്തില്ല, ജാതി കണ്ടിറങ്ങുക, അല്ല ബന്ധം കാട്ടുക. അവിടെ ദഫിട്ടിട്ട് മൂപ്പയ്ക്കും സ്വീകാരം. ആയിക്കോട്ടെ, ഞാൻ കാണിക്കുക ശേഷമാണെങ്കിൽ മൂസലായി കാണിച്ചോളൂ. ഏതായിരുന്നാലും ഈ രൂപത്തിലേക്ക് ഇപ്പൊ എത്തി. എന്നിട്ട് ഇതിലാണോ വബിദാലിക ഫല്യഫ്റഹു ആയി തോന്നുന്നത്? ഇതിലാണോ അഖ്അൻ നഫ്സിഹി നബി തങ്ങളെ ഹഖീഖത്ത് നടത്തിയില്ലേ എന്ന തെളിവ് പറയുന്നത്? ഇതിലാണോ അബൂലഹബിന് നരകത്തിൽ ആശ്വാസമുണ്ട് എന്ന തെളിവുമായി വരുന്നത്? വല്ലാത്ത കഷ്ടം തന്നെയാണ് സഹോദരങ്ങളെ. യഥാർത്ഥത്തിൽ ഇത് ബിദ്അത്ത് തന്നെയാണ് എന്ന് ആവർത്തിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നബി തങ്ങൾ എത്ര സ്ഥലത്താണ് പറഞ്ഞത്? എത്ര ഹദീസുകളിൽ എത്ര തവണ ആവർത്തിച്ചാണ് പറഞ്ഞത്? വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. നബി തങ്ങളെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് 1000 പ്രാവശ്യമെങ്കിലും പറഞ്ഞ ഹദീസാണ്. 1000 പ്രാവശ്യമെങ്കിലും പറഞ്ഞ ഹദീസ് നബി തങ്ങളുടെ എല്ലാ ഖുതുബയിലും പറയുമായിരുന്നു, എല്ലാ ഉപദേശങ്ങളിലും പറയുമായിരുന്നു. നബി തങ്ങൾ സമൂഹത്തെ ഉത്ബോധിപ്പിക്കാൻ എപ്പോഴെഴുന്നേറ്റാലും അവിടെയെല്ലാം പറയുന്ന വചനമാണ് ഫഇന്ന ശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വഫീ റിവായ വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ഏറ്റവും ദുഷിച്ച കാര്യങ്ങൾ മുഹ്ദസാതുഹാ, ഈ മതത്തിലേക്ക് പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ മതത്തിലേക്ക് പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങളാണ് ശർറുൽ ഉമൂർ. കാര്യങ്ങൾ ഏറ്റവും ശർറായത്, കാര്യങ്ങൾ ഏറ്റവും ദുഷിച്ചത്, ഏറ്റവും ശർറായ കാര്യങ്ങൾ മുഹ്ദസാതുഹാ, പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങളാണ്. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടുന്ന ഏതൊക്കെ കാര്യമുണ്ടോ അത് മുഴുവനും ബിദ്അത്താണ്. ഒന്നിനെയും ഒഴിവാക്കാതെയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചത്. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ മുഹ്ദസത്തും ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, വഴികേടാണ്. ഒരിക്കലെങ്കിലും അവിടുന്ന് പറഞ്ഞില്ല നല്ല ബിദ്അത്ത് എന്ന ഒന്നുണ്ടെന്ന് പറഞ്ഞില്ല. ഏതെങ്കിലും ബിദ്അത്തിനെ ഒഴിവാക്കി പറഞ്ഞില്ല. 1000 പ്രാവശ്യം ആവർത്തിച്ച് പറയുമ്പോൾ ഒരിക്കലെങ്കിലും പറയണ്ടേ ചിലതൊക്കെ നല്ലതാണ് കേട്ടോ എന്ന് പക്ഷേ പറഞ്ഞിട്ടില്ല. മറ്റൊരു റിപ്പോർട്ടിൽ വകുല്ല ബിദ്അത്തിൻ ളലാല എന്ന് കഴിഞ്ഞിട്ട് വകുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലുമാണ്, എല്ലാ വഴികേടും നരകത്തിലുമാണ് എന്ന് കൂടി പറഞ്ഞതായി ചില റിപ്പോർട്ടുകളിൽ കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ് വകുല്ലു ബിദ്അത്തിൻ ളലാല വഇൻ റആഹ അന്നാസു ഹസനാ. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, എല്ലാ ബിദ്അത്തും വഴികേടാണ്. വഇൻ റആഹ അന്നാസു ഹസനാ, ജനങ്ങളത് നല്ലതാണ് എന്ന് അഭിപ്രായപ്പെട്ടാലും ശരി,
നല്ലതാണ് എന്ന് അഭിപ്രായപ്പെട്ടാലും ശരി, എല്ലാ ബിദ്അത്തും വഴികേടാണ് എന്ന് സ്വഹാബിയായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഇത് അൽ ബിദ്അഉ വന്നഹ്യു അൻഹാ എന്ന കിതാബാണ്. ഇബ്നു വല്ലാഹി റഹിമഹുല്ലാ അദ്ദേഹം ഹിജ്റ 199 ജനിച്ചത്. ഹിജ്റ 199 ജനിച്ച ഇമാം അഹ്മദിന്റെ ശിഷ്യനാണ്, യഹ്യ ഇബ്നു മഈന്റെ ശിഷ്യനാണ്. അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് പണ്ഡിതന്മാരുടെ ശിഷ്യനാണ്, മുഹദ്ദിസാണ്, ഹദീസ് അഗ്രഗണ്യനാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി ബിദ്അത്തിനെതിരെ കിതാബ് എഴുതിയ മഹാനാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി ബിദ്അത്തിനെതിരായ കിതാബ് എഴുതിയ മഹാനാണ് ഇബ്നുൽ വല്ലാഹ് അൽ ഖുർത്തുബി റഹിമഹുല്ലാഹ്. 199 അദ്ദേഹം ജനിച്ചത്. ഷാജമായിട്ട് നമുക്ക് പ്രോഗ്രാമിന് ശേഷം ഒന്നിച്ച് ഔദ്യോഗികമായി പള്ളിയിൽ പോയി നിസ്കരിക്കാൻ സൗകര്യമുണ്ട് എന്ന് സംഘാടകർ അറിയിക്കുന്നുണ്ട്. ആ നിലക്ക് ആ സൗകര്യം നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ലോക ചരിത്രത്തിൽ ആദ്യമായി ബിദ്അത്തിനെതിരായി ഒരു കിതാബ് എഴുതിയ മഹാൻ ഇബ്നുൽ വല്ലാഹ് എന്ന് പറയുന്ന പണ്ഡിതനാണ്. അദ്ദേഹം എത്രയാണ് ഈ ഗ്രന്ഥത്തിന് ബിദ്അത്തുമായി ബന്ധപ്പെട്ട താക്കീതുകൾ അദ്ദേഹം നൽകിയത്. സ്വഹാബത്തിന്റെ ഖൗലുകൾ, നബി തങ്ങളുടെ ഹദീസുകൾ, താബിഈങ്ങളുടെ ഖൗലുകൾ, ശേഷമുള്ള മഹാന്മാരുടെ അധ്യാപനങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് ധാരാളമായി അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ബിദ്അത്തിന്റെ എല്ലാ ഇനങ്ങളെയും അദ്ദേഹം എതിർക്കുകയാണ്. ഒന്നിനെപ്പോലും അദ്ദേഹം അംഗീകരിക്കുന്നില്ല. ഖലാസ് ഇബ്നു അംറിനെ കുറിച്ച് അദ്ദേഹം പറയാണ്, ലാ യുഹ്ദിസു റജുലുൻ ഫിൽ ഇസ്ലാമി ബിദ്അ ഇല്ലാ തറക മിനസ് സുന്നത്തി മാ ഹുവ ഖൈറുൻ മിൻഹാ. ഏതൊരു മനുഷ്യനും ഇസ്ലാമിൽ വല്ല ബിദ്അത്തും പുതുതായി കൊണ്ടുവന്നാൽ അതിനേക്കാളും ഖൈറായ സുന്നത്തിനെ അവൻ ഒഴിവാക്കാതിരിക്കുകയില്ല അദ്ദേഹം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല മറ്റു സ്ഥലത്ത് അദ്ദേഹം പറയുന്നു, സ്വഹാബത്തെ ചേർത്തിക്കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായും അദ്ദേഹം പഠിപ്പിക്കുകയാണ്, മൻ അഹദസ റഅയൻ ലൈസ ഫീ കിതാബില്ലാ വലം തംലി ബിഹി സുന്നത്തുൻ മിൻ റസൂലില്ലാ. അല്ലാഹുവിന്റെ കിതാബിലോ റസൂലിന്റെ സുന്നത്തിലോ മാതൃകയില്ലാത്ത ഒരു ബിദ്അത്തിനെ വല്ലവനും ഈ മതത്തെ കൂട്ടിച്ചേർത്താൽ ലം യദ്രി അലാ മാ ഹുവ മിൻഹു ഇദാ ലഖിയല്ലാഹ്. പടച്ച റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ എന്തായിരിക്കും അവന്റെ അവസ്ഥയെന്ന് അവൻ അറിയുകയില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വചനം അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. ഇബ്നു അബ്ബാസ് തന്നെ അദ്ദേഹം മറ്റു സ്ഥലത്ത് ഉദ്ധരിക്കുന്നു, മാ യതിയന്നാസു മിൻ ആമിൻ ഇല്ലാ അഹദസു ഫീഹി ബിദ്അ. ഓരോ വർഷം കഴിഞ്ഞു പോകുമ്പോഴും ആളുകൾ പുതിയ പുതിയ ബിദ്അത്തുകളെ കൊണ്ടുവരാതിരിക്കുകയില്ല. ഓരോ കൊല്ലം മുന്നോട്ട് പോകുമ്പോഴും ജനങ്ങൾ പുതിയ ബിദ്അത്തുകളെ കൊണ്ടുവരാതിരിക്കില്ല. അമാതു ഫീഹി സുന്ന, ഒരു സുന്നത്തിനെ അവർ നശിപ്പിക്കാതിരിക്കുകയുമില്ല. ഓരോ ബിദ്അത്ത് ഉണ്ടായി വരും, ഓരോ സുന്നത്ത് ഇല്ലാതായി പോകും. ഹത്താ തഹ്യൽ ബിദ്അഉ വതമൂതസ് സുന്ന. അങ്ങനെ അവസാനം ബിദ്അത്തുകൾ സജീവമായി മാറും, സുന്നത്തുകൾ നിർജീവമായി മാറുകയും ചെയ്യും. ബിദ്അത്തിന് വല്ലാത്ത സജീവത, ബിദ്അത്തുകൾക്ക് വല്ലാത്ത ആവേശം, എന്നാൽ സുന്നത്തുകൾക്കോ ഒരു ജീവനില്ലാത്ത അവസ്ഥ ഉണ്ടാകും. സുന്നത്തെല്ലാം നിർജീവമായി മാറും. സുന്നത്ത് മയ്യിത്തായി പോകുമെന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. ആ നിലക്ക് ഓരോ കൊല്ലം മുന്നോട്ട് പോകുമ്പോഴും ബിദ്അത്തുകൾ പുതുതായി വന്നുകൊണ്ടേയിരിക്കുമെന്ന് ഇബ്നു അബ്ബാസിന്റെ വചനം അദ്ദേഹം എടുത്തു കൊടുക്കുന്നു. മാത്രവുമല്ല ഇബ്നു വല്ലാഹി പറയാണ്, സവ്വൽ മുഅദ്ദിനു ഫിൽ മദീനത്തി ഫീ സമാനി മാലികിൻ. ഇമാം മാലിക് റഹിമഹുല്ലാഹ് മദീനയിൽ ജീവിച്ചിട്ടുള്ള കാലത്ത് ഇമാം മാലിക് 179 ഇമാം മാലിക് വഫാത്തായത്. 179 അദ്ദേഹം വഫാത്തായി. 199 ഈ കിതാബ് എഴുതിയ മഹാൻ ജനിച്ചു. ഇമാം മാലിക് മരിച്ച് 20 കൊല്ലം കഴിയുമ്പോൾ ജനിച്ച ആളാണ് ഇബ്നു വല്ലാഹി. ഇമാം മാലിക്കിന്റെ ശിഷ്യന്മാരിൽ നിന്ന് ദീന് പഠിച്ച ആളാണ് ഇബ്നു വല്ലാഹി. ആ ഇബ്നു വല്ലാഹി പറയാണ്, മദീനയിൽ ഇമാം മാലിക്കുള്ള കാലത്ത് അവിടെ ബാങ്ക് വിളിച്ചതിന് ശേഷം മുഅദ്ദിന് ഒരു തസ്ബീബ് നടത്തി. ഒരു തസ്ബീബ് പറഞ്ഞാൽ ബാങ്ക് വിളിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഓർമ്മാക്കുക. ആളുകൾ പള്ളിക്ക് വരാൻ വന്നു കിട്ടാൻ വേണ്ടി, മറന്നു പോകാതിരിക്കാൻ വേണ്ടി ബാങ്കിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞാൽ മുഅദ്ദിൻ ഒന്നുകൂടെ മിനാരത്തിൽ കയറും. ഇത് ഒന്നുകൂടെ എന്തെങ്കിലുമൊക്കെ ഒരു അനൗൺസ്മെന്റ്, ഒരു വിളിച്ചു പറയൽ ആളുകളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അവർ അദ്ദേഹം ചെയ്യുകയാണ്. മാലിക്കുൻ, ഇത് കണ്ട ഇമാം മാലിക് റഹിമഹുല്ലാഹ് ആ മുഅദ്ദിനത്തെ കാണാൻ പറഞ്ഞയച്ചു, അവനോട് വരാൻ പറയാം. മുഅദ്ദിന് വന്നപ്പോൾ ഇമാം മാലിക് ചോദിക്കുക, മാ ഹാദല്ലദീ തഫ്അൽ, എന്താ നീ ചെയ്യുന്നത്, നീ എന്തായി ചെയ്യുന്നത്? മുഅദ്ദിന്റെ മറുപടി, അലത്തയ്യരിഫന്നാസ് തുലൂഅൽ ഫജ്രി ഫയഖൂമൂ. ആളുകളൊക്കെ ഫജ്റായി അറിഞ്ഞോട്ടെ, ഒന്ന് എഴുന്നേൽക്കല്ലോ, അതിനു വേണ്ടി ചെയ്ത മറ്റൊന്നുമല്ല. ഇമാം മാലിക്കിന്റെ മറുപടി, ലാ തഫ്അൽ, വേണ്ട, നീ ചെയ്യേണ്ടതില്ല. കാരണം ലാ തുഹ്ദിസ് ഫീ ബലദിനാ ശൈഅൻ ലം യകുൻ ഫീഹി, ഈ നാട്ടിൽ ഇവിടെ ഇല്ലാത്ത ഒന്നും നീ പുതുതായി ഉണ്ടാക്കേണ്ടതില്ല. ഏതാ നാട്? മദീനയാണ്.
ഇവിടെ ഇല്ലാത്ത ഒന്നും നീ ഉണ്ടാക്കേണ്ടതില്ല. കാരണം എന്താ? അത് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഹാദൽ ബലദി അശ്അസിനീൻ. ഈ നാട്ടിൽ നബി തങ്ങൾ 10 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഇവര് 3 പേരും ജീവിച്ചിട്ടുണ്ട് റളിയല്ലാഹു അൻഹും. ഫലം യഫ്അലു ഹാദാ, അവരാരും അത് ചെയ്തിട്ടില്ല. ഫലാ തുഹ്ദിസ് ഫീ ബലദിനാ മാ ലം യകുൻ ഫീഹി. അതുകൊണ്ട് ഈ നാട്ടിൽ, നമ്മുടെ ഈ നാട്ടിൽ ഇല്ലാത്ത ഒന്ന് നീ പുതുതായി ഉണ്ടാക്കേണ്ടതില്ല. അപ്പൊ കണ്ടൊരു ബിദ്അത്ത് പോലുമല്ല. ബാങ്കിന് ശേഷം ഇഖാമത്തിന് മുമ്പ് ആളുകൾ ഒന്ന് ഉണർത്താൻ വേണ്ടി മുഅദ്ദിനൊന്ന് ചെറിയ എന്തോ ഒരു പ്രഖ്യാപനം നടത്തിയതാണ്. ഇമാം മാലിക് വരെ പറ്റൂല. അങ്ങനെ ഫക്കഫൽ മുഅദ്ദിനു അൻ ദാലിക വഅഖാമ സമാനൻ. അപ്പൊ മുഅദ്ദിൻ നിർത്തി കഴിഞ്ഞു. ഇമാം മാലിക് വന്നാൽ പിന്നെ വർത്താനല്ലോ. അദ്ദേഹം നിർത്തി. കുറേ കാലം പിന്നെ ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം ثم انه تنحنح في المنارة عند طلوع الفجر. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആളുകൾ ഇങ്ങനെ പള്ളിയിൽ എത്തുന്നില്ല നിസ്കാരത്തിന്. അപ്പൊ അദ്ദേഹം ഒന്നുകൂടെ മിനാരത്തിൽ കഴിഞ്ഞിട്ട് ഒന്ന് തൊണ്ടയനക്കാൻ തുടങ്ങി. തനഹനു, ഒന്നിങ്ങനെ ഒരു ഒച്ച ഉണ്ടാക്കുക, ഒരു തൊണ്ടയനക്കുക. എന്തിന്? ഒന്ന് ആളുകൾക്ക് ഒരു ഇഷാറത്താക്കാൻ, ഒരു ഓർമ്മയാക്കാൻ. അപ്പോൾ ഇമാം മാലിക് വിളിപ്പിച്ചു മുഅദ്ദിനെ. ചോദിക്കുകയാണ്, അലം അൻഹക അല്ലാ തുഹ്ദിസ ഇൻദനാ മാ ലം യകുൻ. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ നാട്ടിൽ ഇല്ലാത്തൊരു ഏർപ്പാട് നീ പുതുതായി ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ മുഅദ്ദിന് പറയാ, നിങ്ങൾ തസ്ബീഹല്ലേ പാടില്ല എന്ന് പറഞ്ഞത്? അതൊന്നുമില്ലല്ലോ, ഞാൻ ഒന്ന് തൊണ്ടയനക്കിയതല്ലേ. ഇമാം മാലിക് പറയാ, വേണ്ട, അതും ലാ തഫ്അൽ, ചെയ്യേണ്ടതില്ല. ഫകഫ് അൻ ദാലിക ഇലാ. അപ്പൊ അതും നിർത്തിവെച്ചു. കുറച്ചു കാലം കഴിഞ്ഞു. ثم جعل يضرب الابواب. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മുഅദ്ദിന് ആൾക്ക് പള്ളിക്ക് എത്തണ്ടേ. അപ്പൊ അദ്ദേഹം ഒരു പണി ചെയ്തു. ബാങ്ക് വിളിച്ചിട്ട് അദ്ദേഹം പിന്നെ പുറത്തിറങ്ങും. ഇതിന് ഓരോ വീട്ടിലും പോയിട്ട് വാതിൽക്കൽ മുട്ടുങ്ങനെ, വാതിലിങ്ങനെ മുട്ടത് ഓർമ്മയാക്കാൻ വേണ്ടി ഇമാം മാലിക് വിളിപ്പിക്കുന്ന അദ്ദേഹത്തെ. ചോദിക്കാം, എന്താണ് ഈ ചെയ്യുന്നത്? അദ്ദേഹം ഫജറായി ആളുകൾ അറിഞ്ഞോട്ടെ എന്ന് കരുതി ചെയ്തതാണ്. മാലിക്, വേണ്ട, ചെയ്യണ്ട. ഈ നാട്ടിൽ ഇല്ലാത്തൊരു കാര്യവും നീ മതത്തിലേക്ക് പുതുതായി കൊണ്ടുവരേണ്ടതില്ല. കണ്ട, ഒരു ആഘോഷമൊന്നല്ല, ഒരു ഇബാദത്തല്ല, ഒരു പുതിയ ദിക്റല്ല, ഒരു പുതിയ എന്തെങ്കിലും ഒരു ദിനിന്റെ ചിഹ്നം കൊണ്ടുവന്നതല്ല. എന്നിട്ട് പോലും അത് കാലക്രമേണ വഴിമാറിപ്പോകുമോ എന്ന അവിടേക്ക് സൂക്ഷ്മതയാണ്. ഒരു ഹലാലായ കാര്യം, അനുവദനീയമായ കാര്യം, നമ്മളിപ്പോൾ അലാറം വെക്കുന്ന പോലെ അത്രയുള്ളൂ ഇപ്പതൊക്കെ. പക്ഷെ അതുപോലും കാലക്രമേണ അതൊരു നടപടിക്രമമായി, മതത്തിന്റെ ചിഹ്നമായി, ഒരു സുന്നത്തായി മാറുമോ എന്ന പേടിയായിരിക്കാം ഇമാം മാലിക് റഹിമഹുല്ലാഹി അത്ര കണിശമായി എതിർക്കാൻ പ്രേരിപ്പിച്ചത്. അതാണ് മുൻഗാമികളുടെ സൂക്ഷ്മത. എത്രയെത്ര സംഭവങ്ങൾ ഇബ്നു വല്ലാഹ് റഹിമഹുല്ലാഹ് ഈ കിതാബിൽ വ്യത്യസ്തമായ സ്വഹാബിമാരിൽ നിന്ന്, താബിഈങ്ങളിൽ നിന്ന്, അഇമ്മത്തിൽ നിന്നെല്ലാം ഉദ്ധരിച്ചത് കാണാൻ കഴിയും. എന്നിട്ടാണ് നമ്മളിവിടെ അഖൻ നഫ്സിഹി എന്ന നബി തങ്ങൾ ഹഖീഖത്തല്ലോ, അതുകൊണ്ട് ദഫ് മുട്ടി ചാടിക്കളിക്കാം എന്നാക്കി മാറ്റുന്നത്. ഫൽയഫ്റഹു എന്ന ഖുർആനിലുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഒന്നാകെ സന്തോഷിക്കാം എന്ന് പറഞ്ഞ് ഈ കണ്ട കാട്ടിക്കൂട്ടൽ മുഴുവൻ നടത്തിയത് അതിന്റെ പേരിലാണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അതിശക്തമായി ബിദ്അത്തിനെതിരെ പടപൊരുതിയ മനുഷ്യനാണ്. ചെറിയ 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 സ്കലിതങ്ങളെ പോലും ഗൗരവമായി കാണുകയും അത് പാടില്ലെന്ന് പഠിപ്പിക്കുകയും ചെയ്താണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തോട് ഒരാൾ ഒന്ന് മദീന പള്ളിയിൽ വെച്ച് ചോദിക്കുന്നു, മിൻ ഐന ഉഹ്രിമു, ഞാൻ എവിടുന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? ഇമാം മാലിക്കിന്റെ മറുപടി, മീഖാത്ത് അല്ലത്തി വഖതഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ മീഖാത്തായി നിശ്ചയിച്ച മീഖാത്തുണ്ട്, അവിടുന്ന് ഇഹ്റാം ചെയ്തു. മദീന പള്ളിയിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ദുൽ ഹുലൈഫ, അബിയാറു അലി, അതാണോ മദീനക്കാരെ മീഖാത്ത്. അതാ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, ഞാൻ ഏതാന്നാലും ഇവിടെ തന്നെ ഇഹ്റാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അവിടെ പോയി ചെയ്യണ്ട, മദീന പള്ളിയിൽ തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇമാം മാലിക്കിന്റെ മറുപടി എന്താ? അഖാഫു അലൈക്കൽ ഫിത്ന, ഞാൻ നിനക്ക് ഫിത്നയെ ഭയപ്പെടുന്നു. ഈ മനുഷ്യൻ ചോദിച്ചു, അയ്യോ ഫിത്ന ഫീ സിയാദത്തിൽ ഖൈർ, ഒരു ഖൈറായ കാര്യം കുറച്ച് അധികം ചെയ്താൽ എന്ത് ഫിത്നയാണ് അതിലുള്ളത്? ഇന്നമാ ഹിയ അംയാലുൻ അസീദുഹാ, ഏതാനും മൈലുകൾ അധികമായി ചെയ്യുകയല്ലേ. 8 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ഇഹ്റാം ചെയ്യുന്നതിന് പകരം ഇവിടുന്ന് ഇഹ്റാം ചെയ്തു പോയി ഏതാനും മൈൽ ദൂരം കുറച്ച് അധികമായി നല്ല കാര്യം ചെയ്തു, അതിലെന്താ ഫിത്നയുള്ളത്? ഇമാം മാലിക് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് സ്ഥലം നിശ്ചയിച്ചു തരിക ഇഹ്റാമിൽ പ്രവേശിക്കാൻ. നീ പറയുക കുറച്ചുകൂടെ ഖൈർ ഇപ്പുറത്ത് ചെയ്യലാണ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ ഫിത്ന മറ്റെന്താണുള്ളത്? എന്ന് വിശുദ്ധ ഖുർആൻ ആയത്ത് ഓതി കൊടുത്തു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. നബിതങ്ങളുടെ കൽപ്പനയ്ക്കെതിരായി പ്രവർത്തിക്കുന്നവർ പേടിച്ചു കൊള്ളട്ടെ, അവരെ ഫിത്ന ബാധിക്കുമെന്ന്
അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ അവരെ പിടികൂടുമെന്നവരെ ഭയപ്പെടട്ടെ എന്ന ആയത്തോതി കൊടുക്കുന്നു ഇമാം മാലിക് റഹിമഹുല്ലാഹ്. ഇറാഖിൽ ഒരു മനുഷ്യൻ ഇഹ്റാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് കാണാം. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അദ്ദേഹം അടുത്തുള്ള ഹജ്ജിന് പോകാൻ നെയ്യത്തുണ്ട്, അടുത്ത തവണ ഹജ്ജിന് പോകാൻ നെയ്യത്തുണ്ട്. അവിടെ ഇപ്പൊ തന്നെ ഡ്രസ്സൊക്കെ മാറ്റിക്കണം, ഡ്രസ്സൊക്കെ മാറ്റി അടുത്ത ഹജ്ജിന് പോകല്ലേ. അവിടെ ഇനി ഇവിടെ കണ്ട് ഇഹ്റാമിന്റെ വേഷം സ്വീകരിക്കുക, അല്ലാത്ത വസ്ത്രമൊക്കെ ഒഴിവാക്കി. ഇമാം മാലിക് ശക്തമായി ആക്ഷേപിച്ചു എന്ന് കാണാൻ എത്രയെത്ര സംഭവങ്ങൾ. ആ ഇമാം മാലിക്കാണ് പറഞ്ഞത്, മനിബത്ല ഫിൽ ഇസ്ലാമി ബിദ്അ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ബിദ്അത്ത് കൊണ്ടുവന്നാൽ അവന്റെ വാദം ഇത് നല്ല കാര്യമാണ് എന്നാണ് എങ്കിൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, അവന്റെ വാദം നബിതങ്ങൾ തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചുവെന്നാണ്. നബിതങ്ങൾ തന്റെ പ്രവാചക ദൗത്യത്തിൽ വഞ്ചന കാണിച്ചുവെന്നാണ് അവന്റെ വാദം. കാരണം എന്താ? നബിതങ്ങൾ പറയാ ദീനെല്ലാം പൂർത്തിയാക്കി, ഇവൻ പറയാ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഇത് നല്ല കാര്യമാണ്. അതിനർത്ഥം ഈ നല്ലത് പഠിപ്പിക്കാതെ നബിതങ്ങൾ മൂടിവെച്ചു എന്ന് നമ്മോട് പറഞ്ഞു, ഞാനെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് പറ്റിച്ചു പോയവരാണ് എന്നാണ് ഇവന്റെ വാദം എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. ഇമാം ഷാത്തബി അദ്ദേഹത്തെ കിതാബുൽ ഇഅ്തിസാമിൽ രേഖപ്പെടുത്തിയ സംഭവമാണത്. അത് കഴിഞ്ഞ മുഖാമുഖത്തിൽ ആവശ്യപ്പെട്ട ചോദ്യം വന്നിരുന്നു. അത് ഇമാം ഷാത്തബി കിതാബ് ഉദ്ധരിച്ചു. ആ സന്ദർഭത്തിൽ ധാരണപ്പശക മൂലം എന്റെ വാക്കിൽ ഞാൻ പറഞ്ഞു, ഇബ്നു കസീറുണ്ട്, ഖുർത്തുബിയിലുണ്ട്, അതേപോലെ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്റെ ധാരണ അതിലുണ്ട് എന്നായിരുന്നു. പക്ഷെ അതിലില്ല, അത് യാഥാർത്ഥ്യം, ഒരു ധാരണപ്പശകാണ്. തൊട്ട് പിറകിൽ തന്നെ പിന്നീട് തൊട്ട ദിവസങ്ങളിൽ തന്നെ വീഡിയോ ഇറക്കി ഞാൻ തന്നെ കാര്യം വ്യക്തമായി പറഞ്ഞു, ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്, ധാരണപ്പശക സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ സംഭവം സത്യമാണ്. ഇമാം മാലിക്കിൽ നിന്ന് പതിന് മുദ്രിച്ചു പോകുന്നതാണ്. ഇബ്നു ഹസം റഹിമഹുല്ലാഹ് സനദടക്കം മുദ്രിച്ചതാണ്. ഇമാം ഷാത്തബി കിതാബുൽ ഇഅ്തിസാമിൽ 4-5 തവണ വ്യത്യസ്തമായ രീതിയിൽ ഉദ്ധരിച്ച വചനമാണ്. ഇമാം ഷാത്തബിക്ക് ശേഷം ധാരാളം ആളുകൾ പിന്നീട് ഇമാം ഷാത്തബിയിൽ നിന്ന് അത് ഉദ്ധരിച്ചു പോന്നിട്ടുണ്ട്. 100-ലേറെ ഗ്രന്ഥങ്ങളിൽ ഇമാം ഷാത്തബിക്ക് ശേഷം ഇതുവരെയുള്ള കാലങ്ങളിലായി 100-ലേറെ ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചു പോകുന്ന ഉദ്ധരണിയാണ്. ഇരു ഹറമിലെയും ഇമാമുമാർ വരെ വ്യാപകമായ ഖുത്ബകളിൽ പറയുന്ന ഒരു ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചു പോയ ഉദ്ധരണിയാണ് ഇമാം മാലിക്കിന്റെ ആ ഒരു ഉദ്ധരണി. പക്ഷെ അവിടെ ധാരണപ്പശക മൂലം കിതാബുകളെ പേര് പറഞ്ഞപ്പോൾ കിതാബിന്റെ പേരൊന്ന് മാറിപ്പോയി. സംഗതി ഉള്ളതിനാണ്, യാഥാർത്ഥ്യമാണ്. ഈ ഇമാം മാലിക് പറഞ്ഞിട്ടില്ലെങ്കിലും അത് ദീനിന്റെ അസുരമാണ്, ദീനിന്റെ അസുരാണ്. കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞാണ്, അൽയൗമാ അക്മൽതു ലക്കും ദീനക്കും, ദീനിനെ പൂർത്തിയാക്കിയിരിക്കുന്നു. നബിതങ്ങൾ പഠിപ്പിച്ചതാണ്, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ഈ മതത്തിൽ ഇല്ലാത്ത കാര്യം വല്ലവരും കൊണ്ടുവന്നാൽ തള്ളപ്പെടേണ്ടതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയില്ലാത്ത കാര്യം വല്ലവരും ചെയ്താൽ തള്ളപ്പെടേണ്ട കാര്യമാണ്. ഇതൊക്കെ വ്യക്തമായി ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, മനിസ്തഹ്സന ഫഖദ് ശറഅ, മനിസ്തഹ്സന, ആരെങ്കിലും വല്ല കാര്യം നല്ലതാണ് എന്ന് വാദിച്ചാൽ ഫഖദ് ശറഅ, അവൻ ശരീഅത്ത് ഉണ്ടാക്കിയവനാണ്. ഇമാം ഷാഫിയുടെ കിതാബുൽ റിസാലയിൽ അദ്ദേഹം തന്നെ രേഖപ്പെടുത്തി വെച്ച വചനമാണ്. ആരെങ്കിലും ദീനൊരു കാര്യം നല്ലതാണ് എന്ന വാദവുമായി കൊണ്ടുവന്നാൽ ഇസ്തിഹ്സാൻ നടത്തിയാൽ ഫഖദ് ശറഅ, അവൻ ശരീഅത്ത് ഉണ്ടാക്കി, മത നിയമമുണ്ടാക്കി എന്ന് പഠിപ്പിച്ചാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ്. ആ ഇമാം ഷാഫിയുടെ ശിഷ്യനാണ്. ആ ഇമാം ഷാഫി ഇമാം മാലിക്കിന്റെ ശിഷ്യൻ കൂടിയാണ്. അത്ര വ്യക്തമായി ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു വന്നൊരു കാര്യം, ആ തത്വമാണ് ഇമാം മാലിക്കിന്റെ ആ വചനത്തിലുമുള്ളത്. ഇനി ഇമാം മാലിക് പറഞ്ഞിട്ടില്ലെങ്കിലും ആ വചനം യാഥാർത്ഥ്യമാണ്, അത് ദീനിന്റെ അടിസ്ഥാനമാണ്, ഖുർആൻ ഹദീസും പഠിപ്പിച്ച ആശയമാണ്, ഇമാം മാലിക് റഹിമഹുല്ലാഹു പഠിപ്പിച്ച ആശയമാണ്. ശേഷമുള്ള എല്ലാവരും ഈ ആശയം വ്യത്യസ്തമായ വചനങ്ങൾ പറഞ്ഞ കാര്യവുമാണ്. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച സംഭവം, ഇഹ്റാമിൽ കയറാൻ പോയപ്പോൾ ഇപ്പുറത്ത് ഇഹ്റാം കയറാൻ തീരുമാനിക്കുമ്പോഴേക്ക് എനിക്ക് ഫിത്ന പേടിക്കുന്നുവെന്നാണ് ഇമാം മാലിക് പ്രതികരിച്ചത്. നേരത്തെ നമ്മൾ കണ്ടു, ബാങ്ക് വിളിച്ചതിന് ശേഷം ഒന്ന് ജനങ്ങൾ ഉണർത്താൻ വേണ്ടി തൊണ്ടയനക്കുമ്പോൾ, വാതിൽക്കൽ മുട്ടുമ്പോൾ പോലും ചെയ്യല്ല, നിബിധങ്ങൾ ചെയ്യാത്തൊരു കാര്യം നീ ചെയ്യല്ല. 10 കൊല്ലം നിബിധങ്ങൾ ജീവിച്ച നാടാണിത്, അബൂബക്കർ സിദ്ദീഖ് ജീവിച്ച നാടാണിത്, ഉമർ ഖത്താബ് ജീവിച്ച നാടാണിത്, ഉസ്മാൻ അഫ്ഫാൻ ജീവിച്ച നാടാണിത് റളിയല്ലാഹു അൻഹും. അവരൊന്നും ചെയ്യാത്തൊരു പണി ഈ നാട്ടിൽ നീ പുതുതായി കൊണ്ടുവരില്ല എന്ന് മുഅദ്ദിനോട് ശക്തമായി താക്കീത് ചെയ്ത ഇമാം മാലിക് റഹിമഹുല്ലാഹ്. ആ ഇമാം മാലിക്കിൽ നിന്ന് അത് കേട്ട ആളുകൾ, ആ കേട്ടവരെ കണ്ടതാണ് ഈ കിതാബിലാണ്. ഇമാം മാലിക് പറയുന്നത് കേട്ടവർ, ആ കേട്ടവരെ കണ്ട ആളാണ് ഈ കിതാബിൽ. വേറെ സനദ് കൂടി ആവശ്യമില്ല, സനദ് പോലും ആവശ്യമില്ല. ഇമാം മാലിക് ആരോടാണോ പറഞ്ഞത് ആ പറഞ്ഞവരിൽ നിന്ന് കേട്ടവരാണ് ഇത് എഴുതിയ ഇബ്നു വല്ലാഹ് റഹിമഹുല്ലാഹ്. ഇത്ര വ്യക്തമായി പഠിപ്പിച്ചൊരു കാര്യം. അതാണ് പിന്നെ ഫൈസൽ മൗലവി കളവ് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി 4 ദിവസം ജീവിക്കാനുള്ള ശ്വാസം കിട്ടും നോക്കി ചില മനുഷ്യന്മാർ ഇറങ്ങി. അത് കഴിഞ്ഞ പ്രൂഫ് പോയിന്റിൽ വളരെ വ്യക്തമായി ഞാൻ തന്നെ ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് കേൾക്കാം.
ഇമാം ഷാത്തിബി എന്നത് വെറുതെ എന്തിനെ പറഞ്ഞു പോകുന്നത് ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ കിതാബ് എഴുത്ത് സ്വാമിൽ അദ്ദേഹം 4 or 5 സ്ഥലത്ത് ആവർത്തിച്ച് ഈ പരാമർശം കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കിതാബിൻ്റെ അസു തന്നെ അദ്ദേഹം ഈ ഒരു തത്വത്തിൽ ആണ് അദ്ദേഹം ആ കിതാബ് എഴുതിയിട്ടുള്ളത് തന്നെ. അതിലാണ് ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി ഇമാം മാലിക്കിൽ നിന്ന് ഇത് ഉദ്ധരിച്ചത്. അത് നമ്മൾ മുഖാത്തിൽ പറഞ്ഞു, ഇമാം ഷാത്തിബി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് അവിടെ പറയുകയും ചെയ്തു, അതിലുണ്ട് ശരിയാണ് എന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഇമാം ഷാത്തിബിക്ക് ശേഷം അത് ധാരാളം പണ്ഡിതന്മാർ പിന്നീട് ഉദ്ധരിച്ച പോയിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം അസ്ലാക്കി സ്വീകരിച്ചത് ഇമാം ഷാത്തിബിയാണ്. പ്രത്യേകിച്ച് ആധുനിക കാലത്ത് ഒരുപാട് പണ്ഡിതന്മാർ ഇത് ബിദ്അത്തുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ സലഫികൾ പ്രത്യേകിച്ചും അല്ലാത്തവരടക്കം ഈ വിഷയം പറയുന്ന പല സ്ഥലത്തും ഇത് ഉദ്ധരിച്ചത് കാണാൻ കഴിയും. അപ്പം ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മൾക്ക് കണ്ടു. അന്ന് മറുപടി പറഞ്ഞപ്പോൾ എൻ്റെ ധാരണയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായി പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇമാം ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്, മുഹീദ്ദീൻ ഷെയ്ഖും പറഞ്ഞിട്ടുണ്ട് എന്ന് എൻ്റെ ഒരു ധാരണയിൽ വന്നതാണ്. ഞാൻ ആദ്യത്തോടുകൂടി പറഞ്ഞു ഓർമ്മയില്ല, നോക്കണമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ സ്വാഭാവികം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ വന്ന ആ ഒരു ബോധത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്, ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്, മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് ഇബ്നു കസീറിലോ ഖുർത്തുബിയിലോ മുഹീദ്ദീൻ ഷെയ്ഖ് കിതാബിലോ ഇല്ല. അതൊരു ധാരണ പെശകാണ്. കിതാബിന്റെ പേര് പറഞ്ഞെടുത്ത് ഒരു ധാരണ പെശക വന്നു എന്ന് മാത്രം. ആശയം ഉള്ളതാണ്. ഇമാം മാലിക് ഇമാം ഷാത്തിബി അത് ആ റിപ്പോർട്ട് ചെയ്ത് പോകുന്നതാണ്. ഇത് സനദടക്കം ഇബ്നു ഹസം റഹിമഹുല്ലാഹി അദ്ദേഹത്തിന്റെ ഹിക്കാം എന്ന കിതാബിൽ ഉദ്ധരിച്ചതുമാണ്. സനദോട് കൂടി ഇബ്നു ഹസം മുതൽ ഇമാം മാലിക്കിലെത്തുന്ന പരമ്പര അടക്കം ഇബ്നു ഹസം റഹിമഹുല്ലാഹി അദ്ദേഹത്തിന്റെ ഹിക്കാം എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടതല്ല, യഥാർത്ഥം അതിനാണ് ഇമാം ഷാത്തിബി പറഞ്ഞതാണ്. ഞാൻ കഴിഞ്ഞ പ്രൂഫ് പോയിന്റ് വിശദമായ കാര്യം ഒരു 15-20 മിനിറ്റ് സമയം വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ലിങ്ക് കിട്ടും, സബ്സ്ക്രൈബ് കിട്ടും. പ്രൂഫ് പോയിന്റിൽ കയറി ഈ വിഷയം വിശദമായെടുത്താൽ എല്ലാ വശങ്ങളും അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താം. മാത്രമല്ല നമ്മുടെ ജാമ്യയിൽ നിന്ന് പഠിച്ചറിയേണ്ട വിദ്യാർത്ഥികൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോ, ഏതാണ്ട് 1 മണിക്കൂർ സമയം നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ അജ്മൽ ഹിക്കമയും അതേപോലെ യാസിൻ പറമ്പിൽപ്പടിയും കൂടി ഒരു നല്ല വീഡിയോ, ഇത് ഏതെല്ലാം കിതാബ് എവിടെല്ലാം വന്നു എന്ന് വളരെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് ഓരോ വശങ്ങളെയും ആ സനദിനെയും ഇബ്നു ഹസ്മിനെയും ഇമാം മാലിക്കിനെയും ഇമാം മാലിക്കിന്റെ റിപ്പോർട്ടിനെ ഇബ്നു മാജൂഷിനെയും എല്ലാം വളരെ സവിസ്തരം വിശദീകരിച്ചുകൊണ്ടുള്ള നല്ലൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് വിഷയമായി അവലംബിക്കാവുന്ന മറ്റൊരു സോഴ്സാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുക. ഏതായിരുന്നാലും സഹോദരങ്ങളെ, നബിദിനാഘോഷം ബിദ്അത്താണ്. അത് മതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യമാണ്. നബിയുടെയോ സ്വഹാബത്തിലെയോ താബികളെയോ തമിഴ് താബികളുടെയോ ഒരു മാതൃക ഇല്ലാത്ത കാര്യമാണ്. ആദ്യ നൂറ്റാണ്ടിൽ ഒന്നുമില്ല. ഹിജ്റ 300-കൾക്ക് ശേഷം ഷിയാക്കൾ തുടങ്ങി വെച്ചു, പിന്നെ നിർത്തലാക്കി. പിന്നീട് 150 കൊല്ലം കഴിഞ്ഞിട്ട് 600-കൾക്ക് ശേഷം മുസഫർ രാജാവ് തുടങ്ങി വെച്ചു. അതിനു ശേഷമുള്ള കിതാബുകളിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം ഉള്ള സംസാരമുണ്ടാകും. അല്ലാതെ ഹിജ്റ 300-ലോ 400-ലോ 500-ലോ ഒന്നും എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും കാണുക സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സമസ്ത പള്ളികളിലെ നബാത്തി ഖുത്ബയിൽ വരെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട യാതൊരു പരാമർശവും ഇല്ലാത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബാത്തി ഖുത്ബ എന്ന് പറഞ്ഞാൽ ഇബ്നു ബാത്ത് മിസ്രി എന്ന് പറഞ്ഞ ഈജിപ്തുകാരനായ ഇബ്നു ബാത്ത്, അദ്ദേഹം ഹിജ്റ 374-ലാണ് മരിച്ചത്. 374-ലാണ് ഇബ്നു ബാത്ത് വഫാത്തായത്. അപ്പം അക്കാലത്ത് അഹ്ലുസുന്നയിൽ നബിദിനാഘോഷമുണ്ടോ? ഇല്ല. ഇബ്നു ബാത്തിന്റെ കാലം എന്ന് പറഞ്ഞാൽ ഷിയാക്കൾ നബിദിനം തുടങ്ങണ കാലമാണ്. ഷിയാക്കൾ നബിദിനാഘോഷവും അലി ദിനാഘോഷവും ഫാത്തിമ ദിനാഘോഷവും ഹസൻ ദിനാഘോഷവും ഹുസൈൻ ദിനാഘോഷവും എല്ലാം തുടങ്ങുന്ന കാലമാണ്. അന്നാണ് ഇബ്നു ബാത്ത ജീവിക്കുന്നത് ഈജിപ്തിൽ. ആ ഇബ്നു ബാത്തയുടെ ഖുത്ബയിൽ ഇവിടെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട യാതൊരു പരാമർശവുമില്ല. അത് ഇവിടുത്തെ മുഖാമുഖത്തിലും അലവി സഖാഫിക്ക് നേരെ ചോദ്യമായി വന്നു. എന്താണ് സമസ്ത പള്ളിയിലൊന്നും വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ മാസം ഓതുന്ന ഖുത്ബകളിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒന്നുമില്ലാത്തത്? അതേപോലെ അതുണ്ടല്ലോ, അതുണ്ട്. ചെറിയൊരു തട്ടിപ്പിലൂടെ മുമ്പിൽ പറഞ്ഞു മാത്രം, ചെറിയ തട്ടിപ്പിലൂടെ. ഇന്നിങ്ങനെ പല പള്ളിയിലും ഓതിയ 7 ലക്ഷം ഉണ്ട് എന്നാണ് പറഞ്ഞൊപ്പിച്ചത്. പല പള്ളിയിലും എന്താ അത് ഓരൊപ്പിച്ച ചില നബാത്തിയരുണ്ട്, അവരൊപ്പിച്ചുണ്ടാക്കിയ ചില മാറ്റങ്ങളുണ്ട്, അതിലുണ്ട് എന്നല്ലാതെ ശരിയായ നബാത്തി ഖുത്ബയിലില്ല. അലവി സഖാഫിന്റെ മറുപടി കൂടി നമുക്കൊന്ന് കേൾക്കാം. വെള്ളിയാഴ്ച ഖുതുബയിൽ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പരാമർശമില്ലാത്തത് എന്നാണ് ചോദ്യം. മറുപടി പറയുന്നു, പരാമർശങ്ങളുണ്ട്. നമ്മുടെ ഒക്കെ നാടുകളിൽ നടക്കുന്ന മൗലിദുകളിൽ ഖുതുബകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദും അവിടുത്തെ ജന്മവും അതിൻ്റെ മഹത്വവും ഉദ്ഘോഷിച്ചുകൊണ്ടാണ് നമ്മുടെ ഒക്കെ നാടുകളിൽ ഇപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച നമ്മൾ ഖുതുബ കേട്ടപ്പോൾ ഏറെക്കുറെ നാടുകളിലൊക്കെ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തെ പ്രകീർത്തിച്ചുകൊണ്ടും അതിൻ്റെ മഹത്വം വർണ്ണിച്ചുകൊണ്ടുമാണ്
യഥാർത്ഥത്തിൽ മൗലിദ് അല്ല ഹുതുബകൾ നടന്നിട്ടുള്ളത് എന്നതാണ് ശരി. അപ്പൊ എന്താ പറഞ്ഞത്? നമ്മളൊക്കെ പള്ളി കാലത്തെ ഖുതുബയിലൊക്കെ നബിദിനാഘോഷമുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് മൂപ്പര് എടുത്തു, ആയെടുത്ത് മൂപ്പരെ കുറിച്ച് വായിക്കുക, കണ്ടോ ഇതിൽ പറയുന്നുണ്ട്. ഇതാണ് ശരിയായ നബാത്തി ഖുതുബയുടെ ഏട്. അൽ ഖുത്ബത്തുൻ നുബാത്ത അൽ മിസ്രിയ. ഈജിപ്തുകാരനായ ഇബ്നു നുബാത്തയുടെ ഖുതുബകൾ സമാഹരിച്ചതാണ്. അതിന്റെ വേറെ വൈരുദ്ധ്യം. നബിതങ്ങളുടെ ഖുതുബ അറബിയാന്ന് പറഞ്ഞ മനുഷ്യന്മാര് നബിതങ്ങളുടെ ഖുതുബ അല്ല ഓതുന്നത് ഈജിപ്തുകാരുടെ ഖുതുബയാണ്. ഭാഷ നബിയുടേതും ഖുതുബ ഈജിപ്തുകാരൻ്റെതും. അത് മറ്റൊരു ഭാഗം പോട്ടെ. ഇതിന് റബീഉൽ മാസത്തിൽ 5 ഖുതുബയാണുള്ളത്. ഒന്നാമത്തെ ഖുതുബ യുദ്കറു ഫീഹാ വഫാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ വഫാത്ത്. അൽ ഖുതുബത്തുൽ ഊല മിൻ ശഹ്രി റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ ഒന്നാമത്തെ ഖുതുബ യുദ്കറു ഫീഹാ വഫാത്തുൻ നബി, നബിയുടെ വഫാത്ത്. ഒന്നാം ഖുതുബ എന്നിട്ട് വിശദമായിട്ട് നബി തങ്ങളുടെ വഫാത്തിനെ കുറിച്ചാണ് യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ട് നബി തങ്ങളുടെ വഫാത്ത്. വലഖദ് യാ അയ്യുഹന്നാസ് ഇന്നഹു ലൈസ അഹദുൻ അക്രമ അലല്ലാഹി മിൻ നബിയിഹി വലാ അസ്തഫ ഇൻദഹു മിൻ മുഹമ്മദിൻ നജിയിഹി വസഫിയിഹി وإنه لم يؤخر عند انقضاء مدته ولم يعمر عند حضور منيته ولقد أتاه في مثل شهركم هذا من رسل ربه الكرام. ഇതുപോലെ മാസത്തിലാണ് നബി തങ്ങൾക്ക് വഫാത്ത് വന്നത്, റൂഹിനെ പിടിക്കാൻ മലക്കുകൾ വന്നത് എന്ന് പറഞ്ഞ് നബി തങ്ങളുടെ വഫാത്ത് വിശദമായി പരാമർശിക്കുന്നു. ഒന്നാമത്തെ വെള്ളിയാഴ്ച. രണ്ടാമത്തെ ആഴ്ച അൽ ഖുത്ബത്തു സാനിയ മിൻ ശഹ്രി റബീഉൽ അവ്വൽ യുദ്കറു ഫീഹാ വഫാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ വെള്ളിയാഴ്ചയും നബി തങ്ങളുടെ വഫാത്ത് തന്നെയാണ്. മൂപ്പര് പറഞ്ഞ ഇന്നലെ റബീഉൽ 11 ഒരു ഖുത്ബ അത് നബിയുടെ ജന്മം പറഞ്ഞുകൊണ്ടാണ്, അല്ല, നബിയുടെ വഫാത്താണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ വെള്ളി അൽ ഖുത്ബത്തു സാലിസ മിൻ ശഹ്രി റബീഉൽ അവ്വൽ യുദ്കറു ഫീഹാ തസറുഫു സമാനി വൽ മആദ്. കാലത്തിന്റെ കൈകാര്യങ്ങൾ, കാര്യങ്ങളുടെ മാറ്റങ്ങൾ, അതാണ് മൂന്നാമത്തെ ഖുത്ബയിൽ പറയുന്നത്. എല്ലാവരും പോകും, എല്ലാത്തിലും മാറ്റം വരും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും പരലോകം ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. നാലാമത്തെ ഖുത്ബ ഇതേ വിഷയം തന്നെയാണ്. ദുനിയാവിനെ പറ്റിയാണ്, അവിടെ വരുന്ന മാറ്റങ്ങളെ പറ്റിയാണ്, മടങ്ങി പോകണമെന്ന കാര്യമാണ് നാലാമത്തെ വെള്ളിയാഴ്ചയും പറയുന്നത്. അഞ്ചാമത്തെ വെള്ളി മരണമാണ്, മരണത്തിന് ശേഷമുള്ള മടക്കമാണ് അഞ്ചാമത്തെ വെള്ളിയാഴ്ച. ഇതാണ് നബാത്തി ഖുത്ബ. ആർക്കും വാങ്ങാൻ കിട്ടും, വേണ്ട ഏതെങ്കിലും പള്ളി കേട്ട് അവിടെ മെമ്പറുണ്ടാവും ഏടിരിക്കുന്നത്. ആകെ വെള്ളിയാഴ്ച മാത്രമേ ആവശ്യമുള്ളൂ. അത് ചില ഉസ്താദെ നിങ്ങൾ റബീഉൽ അവ്വലിൽ നിങ്ങൾ ഓതിയ ഈ ഖുത്ബ ഒന്ന് വായിച്ച അർത്ഥം വന്നതാണ് എന്ന് പറഞ്ഞാൽ പോലെ. ഇതിലെവിടെ ഇങ്ങനത്തെ വിഷയമേ ഇല്ല. പിന്നെ AP സുന്നിയാള് വേറെ കുറെ ഖുത്ബ ഒപ്പിച്ചിട്ടുണ്ട്. AP പള്ളിക്ക് ഇപ്പൊ നബാത്തി ഖുത്ബ അല്ല പലയിടത്തും ഉള്ളതന്നെ നബാത്തിമ്മ എഡിറ്റ് ചെയ്തതാണ്. എന്നാലും അലവി സഖാഫി വായിച്ചു കൊടുത്ത് എത്തുന്നില്ല. അതിന് വേറെ തട്ടിപ്പുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇത് മുഖ്തസറുൽ ഖുത്ബിൻ നബാത്തിയ, നബാത്തി ഖുത്ബയുടെ ഷോർട്ട്. മുഖ്തസറുൽ ഖുത്ബിൻ നബാത്തിയ, നബാത്തി ഖുത്ബയുടെ ഷോർട്ട്. ആരാ ഷോർട്ടാക്കിയത്? ഇസ്മായിൽ മുസ്ലിയാർ നെല്ലിക്കുത്ത്. ഇസ്മായിൽ മുസ്ലിയാർ നെല്ലിക്കുത്ത് അലവി സഖാഫിന്റെ ഉസ്താദ്. എല്ലാ തട്ടിപ്പിലും മൂപ്പർ ഉസ്താദായാണ്. മൂപ്പരുണ്ടാക്കിയ മുഖ്തസർ നബാത്തി ഖുത്ബ മൂപ്പർ ഷോർട്ടാക്കി. പക്ഷെ ഷോർട്ടാക്കി മൂപ്പർ കാര്യം പറഞ്ഞു, ഇത് ഷോർട്ടാണ്, മുഖ്തസറാണ്. തസ്ഹീലി ഒന്ന് എളുപ്പമാക്കിയിട്ടുണ്ട്, കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഷോർട്ടാക്കി എങ്ങനെ ലേശം കൂട്ടിക്കാണ്ട് അങ്ങനെ ഉണ്ടാവുക? ലേശം കൂട്ടിയാൽ ഷോർട്ടാക്കി ഇതാണ് എളുപ്പവഴിയുണ്ട്, ലേശം ദൂരം കൂടുന്നതാണ് എന്ന് പറഞ്ഞ പോലെ എളുപ്പത്. ഇത് മുഖ്തസറാണ്, ഷോർട്ടാണ്, എളുപ്പമാക്കിയിട്ടുണ്ട്. കുറച്ച് ആയത്തും ഹദീസും മറ്റൊക്കെ കണ്ട് കൂട്ടിയിട്ടുമുണ്ട് എന്നാണ് മൂപ്പര് പറഞ്ഞു ഒപ്പിക്കുന്നത്. ഇതിന് റബീഉൽ അവ്വൽ മാസത്തിലേക്ക് എത്തിയാൽ അൽ ഖുത്ബത്തുൽ ഊല മിൻ ശഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ മാസത്തിലെ ഒന്നാമത്തെ ഖുത്ബ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊടുത്ത എന്താ? ഫസ്റ്റ് തന്നെ മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മദ്ഹ്. അപ്പൊ കണ്ട ശരിയായ നുബാത്തിൽ ഒന്നാമത്തെ വെള്ളി വഫാത്തുൻ നബി, നബിയുടെ വഫാത്ത്. ഇതിലേക്ക് എത്തിയപ്പോൾ ഒന്നാമത്തെ വെള്ളി മദ്ഹുൻ നബി, നബിയുടെ മദ്ഹ്. ഇതിന് കണ്ടന്റ് കാര്യമായ മാറ്റമൊന്നുമില്ല, ഏതാണ്ടതൊക്കെ തന്നെയാണ് അതിലും ഉള്ളത്. എന്നാൽ ഏകദേശം തുടങ്ങി വെച്ചു. ഇതുപോലെ മാസത്തിലാണ് നബിതങ്ങൾ ജനിച്ചത്. ആൾക്ക് വഴികളിലായ സമയത്താണ് നബിതങ്ങൾ ജനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ നബിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പഴയ പോലെ തന്നെയാണ്. അത് പറയാൻ വേണ്ടി മാത്രം മൂപ്പര് അവിടെ ഈ ഖുത്ബ ഉണ്ടാക്കി തന്നെ. അതാണ് കഴിഞ്ഞിട്ട് പിന്നെ ശേഷം നബി സ്നേഹിക്കണമെന്ന് പറഞ്ഞ് ആ സ്നേഹം പറഞ്ഞിട്ട് പിന്നെ കാണാൻ കണ്ടോ, ഹൈഹാത്ത ഹൈഹാത്ത ഇന്നക്കും ഇതെല്ലാം മഗ്റൂറൂൻ. അത് ഇതിലുള്ളതിനുണ്ട്.
നബിയുടെ മരണം കഴിഞ്ഞിട്ട് പിന്നെ പറയാ നിങ്ങൾ ചതിയിൽപ്പെട്ട് പോയിരിക്കുകയാണോ കൂട്ടരേ, അവിടുന്നാണ്ട് ഇതിലുണ്ട് അതേപോലെ തന്നെ. അപ്പൊ നബി ജനിച്ചത് പറഞ്ഞ് നബിനെ സ്നേഹിക്കാൻ പറഞ്ഞ് സ്നേഹിക്കാൻ ഞാൻ മുഅ്മിനാവില്ലാന്ന് പറഞ്ഞ് എന്നിട്ട് പിന്നെ പറയാ ഹൈഹാത്ത ഹൈഹാത്ത ഇന്നക്കും ഇതെല്ലാം മഗ്റൂറൂൻ ഫലം തസ്തതിഉ നഖ്സം മിന സയ്യാത്തി വലാ സിയാതൻ ഫിൽ ഹസനാത്തി ഐന മൻ കാന ഖബലകും മിന ഖുറൂൻ. കഴിഞ്ഞു പോയവരൊക്കെ എവിടെ? അൽ ഇസ്ൽ മസൂൻ ഐന അല്ലദീന കാനൂ അത്വല മിൻകും അൽമാറ. നിങ്ങളൊക്കെ ആയുസ്സുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ലേ, അവരൊക്കെ എവിടെ പോയി? ഓലൊക്കെ മരിച്ചു പോയി, നിങ്ങൾക്കും മരിക്കണ്ടേ. അപ്പൊ എഡിറ്റ് ചെയ്തപ്പോ അത് നോക്കിയിട്ടില്ല, തലണ്ട് വെട്ടിയിട്ട് അവിടെ മറ്റേ തല വെച്ചു കൊടുത്തു. രണ്ടാമത്തെ വെള്ളിയാഴ്ച ഇതിലോ നബിയുടെ വഫാത്ത്, ഇത് നബിയുടെ അഹ്വാൽ, നബിയുടെ അവസ്ഥകൾ. മൂന്നാമത്തെ വെള്ളിയാഴ്ചയോ മൂന്നാമത്തെ ഖുത്ബ നബിയുടെ മുഅ്ജിസത്തുകൾ, കണ്ടന്റ് കാര്യമായി മാറ്റുന്നതിന് കുറച്ച് മാറ്റമേ ഉള്ളൂ. നാലാമത്തത് അഞ്ചാമത്തെ വെള്ളിയാഴ്ച വഫാത്തുൻ നബി, നബിയുടെ വഫാത്ത്. എങ്ങനെയുണ്ട്? ഇതാണ് മൂപ്പർ ചെയ്ത ചെറിയൊരു ഒരു ഷോർട്ടാക്കിയത്. നബാത്തി ഖുത്ബ ഷോർട്ടാക്കിയതാണ്. ഒന്നാമത്തെ വെള്ളിയാഴ്ച കൊണ്ടുപോയിട്ട് അവൻ ലാസ്റ്റ് ആക്കി. അതൊന്ന്. ഇനി അത് പോരാഞ്ഞിട്ട് വേറെ ചങ്ങാതി, അത് സഖാഫി തന്നെയാണ്. ആ സഖാഫി വേറെ ഖുത്ബ ഉണ്ടാക്കി. കാരണം നെല്ലിക്കുത്ത് ഉസ്താദ് ചെയ്ത അത്ര തന്നെ പോരാ. ഇത് അൽ ഖുത്ബുൽ ഷറഫിയ്യ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ചങ്ങാതി ഇറക്കി. അബ്ദുൽ ജലീൽ സഖാഫി പുല്ലാര, നമ്മൾ തൊട്ടടുത്തുള്ളതാണ്. അബ്ദുൽ ജലീൽ സഖാഫി പുല്ലാര എന്ന് പറയുന്ന ഒരു ചങ്ങാതി വേറൊന്നുണ്ടാക്കി. അതാണ് ഇത്. പിന്നെ പ്രസിദ്ധീകരിച്ചാൽ ഷറഫുദ്ദീൻ അൽ ബാഖവി, അതുകൊണ്ടാണ് അൽ ഖുത്ബുൽ ഷറഫിയ്യ എന്ന് പേര് വന്നത്. ഇത് റബീഉൽ അവ്വൽ ഒന്നാമത്തെ വെള്ളിയാഴ്ച അൽ ഖുത്ബത്തുൽ ഊലാ റബീഉൽ അവ്വൽ മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മൗലിദ്. അതാണ് മാറ്റം നടക്കുന്നത്. പേരൊക്കെ എന്താ ഒക്കെ നബാത്തി ഖുത്ബ എന്ന പേര് നാടന്മാർക്ക് പറയില്ലല്ലോ. നമ്മുടെ പള്ളിക്ക് നബാത്തിയാന്നിങ്ങനെ പറഞ്ഞല്ല, നബാത്തിയൊക്കെ എന്നോ പോയിട്ടുണ്ട്. അതൊക്കെ എന്നോ വഴിമാറിപ്പോയി. ഇപ്പൊ അവിടുന്ന് പോയിട്ട് നെല്ലിക്കുത്തിക്ക് എത്തി, പിന്നെ നെല്ലിക്കുത്തിന് പുല്ലാരിക്ക് എത്തി. അതാണ് ഇപ്പോൾ ഓതുന്നത്. അതും പോരാഞ്ഞിട്ട് വേറെ ചങ്ങാതി ഹംസക്കോയ ബാക്കവി 3 യൂര് അലവി സഖാഫിനേക്കാളും 110 വോൾട്ട് സുന്നിയ മൂപ്പര്. സുന്നി കൂടിയതുകൊണ്ട് ഇപ്പോൾ ഓതനെ സൈഡാക്കില്ല മൂപ്പര്. അത് ഖുത്ബീന് വരെ ആ കൊലത്തെ മൂപ്പരാട്ടത്. മൂപ്പര് അൽ ഖുത്ബുൽ മുഖ്തസറ ചുരുങ്ങിയ ഖുത്ബ എന്ന് പറഞ്ഞുകൊണ്ട് ജാമിഇഹ ഹംസക്കോയ അൽ ബാക്കവി അൽ 3 യൂരി അഫാനുൽ ബാരി. 3 യുഗാനായ ഹംസക്കോയ ബാക്കവിയാണ് അള്ളാഹ് മാപ്പ് ചെയ്യട്ടെ. മൂപ്പർക്ക് ആ വക സംഗതി ചെയ്തിട്ടുണ്ട് പണി. അപ്പോൾ അവിടുത്തെ അഫാനുൽ ബാരിന പഠിച്ചോ മാപ്പ് തെറ്റ്, ഞാൻ ചെറിയൊരു തട്ടിപ്പടുത്തത് എന്ന് പറഞ്ഞിട്ട് മൂപ്പരുണ്ടാക്കിയതാണ് ഈ ഖുത്ബ. ഇതിന് പിന്നെ കാര്യമായിട്ടൊക്കെ വഹാബിയാക്കിയതിനാണ്. ഇപ്പോൾ സാധാരണ പ്രസംഗികൾ അങ്ങനെ തന്നെയാണ്. മൂപ്പരെ ഖുർആൻ ക്ലാസ് എടുക്കാൻ വിളിച്ചവരെ വഹാബിയുടെ ചിത്രമല്ല മൂപ്പരുടെ പരിപാടി. അതാണ് ഈ ഖുത്ബയിലും കാര്യമായിട്ടുള്ളത്. ഇതിന് റബീഉൽ അവ്വലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ ഒന്നാമത്തെ വെള്ളി അവിടെ പറഞ്ഞെന്താ? നബി തങ്ങൾ ജന്മമാണ്. ഒന്നാമത്തെ വെള്ളി ഫീ മിസ്ലി ഹാദ ശഹരി മൗലിദ് ഖാതിമിൻ നബിയീൻ, ഇതുപോലൊരു മാസത്തിലാണ് നബി തങ്ങൾ ജന്മമുണ്ടായത് എന്ന് പറഞ്ഞ ഒന്നാമത്തെ വെള്ളിയാഴ്ച നടത്തുന്നത്. രണ്ടാമത്തെ വെള്ളിയാഴ്ചയോ فهذا شهر نعم فيه بولاية سيد الأنام رحمة للعالمين نبينا الإمام فبذلك فافرحوا أيها الكرام. മുഖാമത്തിൽ വായിച്ചു ഖുത്ബയിൽ ഫഫ്റഹു എന്ന് പറയുന്നുണ്ട്. അതിന് ബാത്തിയല്ല, അത് 3 യൂരിയ. അത് 3 യൂരിക്കാരും ഹംസക്കോയ ബാക്കവി ഉണ്ടാക്കിയതാണ്. അതിലാണ് എന്ത് പറഞ്ഞത്? ഫഫ്റഹു, സന്തോഷിക്കുവീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് പിന്നെ ഇബ്നു ബാത്ത പറഞ്ഞ രണ്ടാം ഖുത്ബ ഉണ്ടല്ലോ, നബിയുടെ വഫാത്ത്, അത് മൂപ്പർ റബീഉൽ ആഖിർക്ക് മാറ്റി. റബീഉൽ അവ്വലും വേണ്ട, അതാണ് മൂപ്പരുടെ പരിപാടി. മൂപ്പർ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. മൂപ്പർ അവിടെ നമ്മളൊക്കെ അവിടെ കിറുക്കി കുത്തിയിട്ട് പുതിയ സാധനം ഉണ്ടാക്കി. അപ്പോൾ ഇവിടുന്ന് അപ്പുറത്തേക്ക് വെച്ച് അവിടുന്ന് ഇപ്പുറത്തേക്ക് വെച്ച് പുതിയ തല അങ്ങോട്ട് കൊണ്ട് ഫിറ്റ് ചെയ്ത് അതിൻ്റെ വാല് ഇപ്പുറത്ത് വെച്ച് അങ്ങനെ ഉണ്ടാക്കിയ ഖുത്ബയാണ്. ഇതിൽ റബീഉൽ ആഖിറിലാണ് ആ ഖുത്ബ ഉള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഖുത്ബ വഹാബിയാക്കിയതിനായിട്ടാണ്. പിന്നെ അപ്പോഴല്ലേ മൂപ്പരാവുള്ളൂ. ഓരോരോ ഖുത്ബ ഇടയ്ക്ക് ഒരു ഖുത്ബൻ്റെ ഒരു ചേരും പോലും ഉണ്ട്, അതും കൂടി ഇല്ലാത്ത കോലത്തിലാണ്. ഉദാഹരണം സഫർ മാസം 4-ാമത്തെ ഖുത്ബ. സഫർ മാസം 4-ാമത്തെ ഖുത്ബ മൂപ്പർ പറയാം, അലാ അലാ അയ്യുഹൽ അഖില്ലാ ഖദ് ശാഅ ഫീ ഹാദൽ സമാനി ഫസാദുൽ മുബ്തദിഈന അഷ്ഖിയാ. ഈ കാലത്ത് മുബ്തദിഈകളെ ഫസാദ് വല്ലാതെ കൂടിയിട്ടുണ്ട്. യഅമഹൂന ഫിൽ ജാഹിലിയത്തിൽ ജഹ്ല വഖദ് ദഹറത് ദലാലത്തും ഫിൽ ബിലാദി വസ്സഹറ. എല്ലാ നാട്ടിലും പോലെ ദലാലത്ത് വ്യാപകമാണ്. വയഖയൂന ഉമൂറൻ ഫീ ഉയൂനി സുഫഹാ, ഇവരില്ലാത്ത മനുഷ്യന്മാരെ ഓലിങ്ങനെ പറ്റിക്കുകയാണ്. ഉനന്നാസ ഇലാ ദുആബിഹിമിൽ ഖുബഹ, അവരെ വാദത്തിലേക്ക് മനുഷ്യന്മാരെ ക്ഷണിക്കുകയാണ്. ഇതൊക്കെ ഖുത്ബ പോലെ. വെള്ളിയാഴ്ച മിമ്പർ വന്ന് ഖുത്ബട്ട അറബിയിലാക്കി നമ്മളെ ഭാഗ്യം. ഇതെങ്ങനെ മലയാളത്തിലാണെങ്കിൽ കഴിഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് പോലെ ഖുത്ബൻ്റെ ചെയ്തിട്ടുമ്പോൾ സഫർ മാസം 4. സഫർ പൊതുവെ നഹസാണല്ലോ, അതുകൊണ്ടായിരിക്കും ഈ വക നഹസ് പറയണത്. അത് കഴിഞ്ഞ് ഷഅബാൻക്ക് എത്തിയാലും ഏതാണ് അതേപോലെ ഖുത്ബ ഉണ്ട് മൂപ്പർ. ഷഅബാൻ 4-ാമത്തെ ഖുത്ബ ഇതേപോലെ തന്നെ ഉണ്ടോ. ഇന്ന് ആ ചില മനുഷ്യന്മാരെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ആശം ഇതേപോലെ തന്നെ വഹാബികളെ പറ്റി പറഞ്ഞുകൊണ്ടാണ് മൂപ്പർ അന്ന് ഖുത്ബ എടുത്തത്. കണ്ടോ, ഇപ്പോൾ ചില ആളുകൾ വന്നിരിക്കുന്നു. യഅ്ലമു അയ്യുഹൽ മുഅ്മിനൂൻ, അറിയണേ മുഅ്മിനീങ്ങളെ,
അത് കസ്റഫി ഹാദൽ സമാനി ഖൗമുൻ മുബ്തദിഊൻ, ഇക്കാലത്ത് മുബ്തദിഈങ്ങൾ കുറേ കൂടിയിട്ടുണ്ട്. അഫ്സറഫി അഗ്ലബിൽ ബിലാദി ഹൗലായി ഹമ്മാഖൂൻ, ഈ വിഡ്ഢികളാ എല്ലാ നാടും ഫസാദാക്കുകയാണ്. യകൂനു ഫി ആഖിർ സമാൻ ദജ്ജാലുന കദ്ദാബൂൻ വയദ്ദഊന അന്നൽ മുതവസ്സിന ബിസ്സുലാഹി ഹുമുൽ കാഫിറൂൻ, തവസ്സുലത്തിയ കാഫിറാണ് അവർ പറയുന്നത്. വയസ്ഊന അൽ മുസ്തഗീസിന ബിൽ അംവാതി ഹും മുശ്രികൂൻ, ഇസ്തിഗാസ ചെയ്ത മുശ്രിക്കാനാ പറയുന്നത്. ഇതാണ് വല ഖുത്ബ. വെള്ളിയാഴ്ച മിമ്പർ വന്ന് ഖുത്ബ എടുത്താൽ നമ്മൾ ആൾക്കാരെന്താ വിചാരിക്കുക, ഉസ്താദ് ഒന്നാകെ വലിയ വലിയ കെട്ടല്ലോ ഉസാറായിട്ട് കയറി എന്തോ കാര്യമായി ഖുത്ബ അറിയാതാണ് പറയണത്. ഈ പച്ചത്തെറിയാണ്. ഇത് അറബി തന്നെ പറഞ്ഞു, മലയാളത്തിൽ ആക്കേണ്ടത് ദയവേദിച്ച്. അപ്പൊ ഇതാണ് നബാത്തി ഖുത്ബ ഉണ്ട്. എന്നിട്ട് അലവി സഖാഫി വായിച്ചത് ഇതിലൊന്നുമില്ല. നബാത്തി ഖുത്ബയിലും ഇല്ല, നെല്ലിക്കുത്തിലും ഇല്ല, മൂന്നയ്യൂരിലും ഇല്ല, പുല്ലാരിയിലും ഇല്ല. എല്ലായിടത്തും കൂടി മൂപ്പര് കൂട്ടി യോജിപ്പിച്ചിട്ടാക്കിയാണോ എന്ന് അറിയില്ല. അപ്പം മൂപ്പര് സ്വന്തമായി ഒപ്പിച്ചാണോ അതും അറിയില്ല. മൂപ്പര് ഇങ്ങനെ വായിച്ചു പോയിട്ട് മൂപ്പര് ഇടയ്ക്കൊരു മുൻകൂർ ജാമ്യം. അതെന്താ, ഇബ്നു ബാത്തക്ക് ഇതല്ലാത്ത ഏടും വേറെ ഉണ്ട് കേട്ടോ. അതാ അപ്പൊ എന്തോ ഒരു തട്ടിപ്പലുണ്ട്. കേട്ടോടി പറഞ്ഞത്. ഇബ്നു ബാത്തത്തുൽ മിസ്രിക്ക് വേറെയും ഖുതുബയുടെ ഗ്രന്ഥങ്ങൾ ഉണ്ട്. നമ്മുടെ വിഷയം നിങ്ങൾ ചോദിച്ചത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ കണ്ടോ, അതൊരു മുൻകൂർ ജാമ്യമാണ്. അപ്പൊ ഇബ്നു ബാത്തിന്റെ ഏട് ഏതാണ്ട് എല്ലാ പള്ളിക്കും പോയാൽ കിട്ടും. ആ ഏടൊന്നും വായിച്ചാൽ ഈ പറഞ്ഞത് കാണൂല. അപ്പൊ മൂപ്പരൊന്ന് ഏതോ ഒപ്പിച്ച് ഒരു ചട്ടക്ക വെച്ച് ഒട്ടിച്ചു കൊടുത്താവാൻ സാധ്യത വിദൂരമല്ല. എന്നിട്ട് മൂപ്പരോട് വായിച്ചിട്ട് മൂപ്പര് അവസാനം പറയാ ഇബ്നു ബാത്തക്ക് ഇതല്ലാത്ത ഏടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഏടോ ഇബ്നു ബാത്തിന്റെ ആണോ? അല്ലാഹു അഅലം. അപ്പോൾ അസ്സഖാഫി പൂക്കൂട്ടിൽ പണ്ടേ പറഞ്ഞു അലവി സഖാഫി കിതാബ് വായിച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. കാരണം മൂപ്പര് പറയുന്നുണ്ട്, കേട്ടോളൂ നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ സംവിധാനവും നിങ്ങളുടെ കയ്യിലുണ്ട്. ഒലാക്ക് സംവാദത്തിൽ എണ്ണപ്പെട്ട ആളുകൾക്ക് പാസ് ലഭിച്ചപ്പോ അന്ന് പാസ് അച്ചടിച്ചതും അത് സംബന്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയതും എന്നല്ല, അന്ന് നിങ്ങളുടെ ഭാഗത്ത് സിറാജ് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത് തയ്യാറാക്കിയതും സാധുവായ ഞാനായത് കൊണ്ട് തന്നെ എനിക്കറിയാമല്ലോ സംവാദ വേദിയിൽ നിങ്ങൾ എന്താണ് കളിക്കുക എന്നുള്ളത്. ഞാൻ ബഹുമാനപ്പെട്ട അബൂബക്കർ ദാരിമിയോട് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, AP വിഭാഗത്തിന്റെ ആളുകൾ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരെ ഭാഷയിൽ അലവി സഖാഫിക്ക് അവർ പറയുന്ന ഒരു പേരുണ്ട്, മുങ്ങൽ വിദഗ്ധൻ. ഇത് എന്താ പേര് പറയാൻ കാരണം? ഒരു സംവാദം നിശ്ചയിച്ചാൽ ജാഹിദുകളുമായിട്ടാവട്ടെ ആരായിട്ടാവട്ടെ, എന്നിട്ട് സംവാദത്തിന് വ്യവസ്ഥ എഴുതാൻ എന്ന് പറഞ്ഞിട്ട് ഇയാളെ പറഞ്ഞേച്ചാൽ ഇയാൾക്ക് മുങ്ങാൻ അറിയാം. അതുകൊണ്ട് മുങ്ങൽ വിദഗ്ധൻ എന്ന് അവർ തന്നെ പറയും. എന്നിട്ട് ചില ഇബാറത്തുകൾ AP വിഭാഗത്തിന്റെ ആളുകൾ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, അലവി സഖാഫി ഒരു ഇബാറത്ത് വായിച്ചാൽ അവർ തന്നെ പറയുന്ന ഭാഷയിൽ പറയട്ടെ അത് അലവിന്റെ തുൾഫല്ലേ എന്നാ പറയല്, അത് അലവിന്റെ തുൾഫല്ലേ എന്നാ പറയല്. കാരണം എന്താ, ഇവിടെ വന്നപ്പോ കുറച്ച് കിതാബെങ്കിലും അട്ടിവെച്ചു. ഈ ഖളാഉമായി ബന്ധപ്പെട്ട തിരൂരങ്ങാടിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം ഒരു വരി പോലും ഇല്ലാത്ത കിതാബുകൾ അട്ടിയട്ടിയായി വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന വിഷയം ഇതിലേക്ക് ആവശ്യമുള്ളൊന്നല്ല. എന്നിട്ട് അങ്ങനത്തെ കുറെ കിതാബുകൾ കൊണ്ടുവന്ന് അട്ടി വെച്ചിട്ടുണ്ട്. നേരത്തെ ഇയാളുടെ സ്വഭാവം എന്താ, ഒരു ഡയറിയിൽ കുറെ കുത്തി പിടിച്ചിട്ട് ഇയാള് മുജാഹിദികളോട് പറയുന്ന രൂപത്തിൽ ഇതാ തുഫയിൽ ഇതാ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പേജ് മറിച്ച് നിഹായിൽ ഇതാ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പേജ് മറിച്ച് മുഗനീത, ഒക്കെ ഒരു സാധനം ഒന്ന് തന്നെയാ. ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ച് നടക്കുക. അപ്പൊ കണ്ടോ, അപ്പൊ പിന്നെ മൂപ്പ നബാത്തില്ലാത്ത വായിച്ച നമുക്ക് അത്ഭുതമൊന്നുമില്ല. തൊഹഫിയുണ്ട്, ഷെർവാനിയുടെ ഒക്കെ പറയാൻ സംഗതി മൂപ്പ ഡയറിയുള്ളതായിരിക്കുന്ന ചട്ട ചിലപ്പോൾ തൊഹഫിന്റെ ചട്ടായിരിക്കും. ചട്ടണ്ട് കുടിക്കുക, അതിൻ്റെ ഉള്ളിൽ കൊണ്ട് വെക്കുക. ആ പണി ഇവിടെ ഒപ്പിച്ചോ എന്ന് സംശയിക്കാതില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഒരു മുൻകൂർ ജാമ്യം. ഇബ്നു ബാത്തക്ക് ഇതല്ലാത്ത ഖുത്ബന്റെ ഏടുണ്ട്, അതല്ലാത്തതാണതൊക്കെ. ഈ ഏട് എന്താ നമുക്ക് തെളിയിക്കേണ്ടതുണ്ട്. അത് നമുക്ക് കാത്തിരിക്കാൻ നമുക്ക് പുറത്ത് വരാക്കൂല, അതൊക്കെ പുറത്ത് വരും ഇയാൾ തട്ടിപ്പോ. അപ്പൊ ഏതായിരുന്നാലും വെള്ളിയാഴ്ച സമസ്തപ്പള്ളി ഓതുന്ന ഖുത്ബന്റെ ഏടിന് പോലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരാമർശമില്ല. കാരണം അക്കാലത്തതില്ല. 374 ഇബ്നു ബാത്ത മരിക്കുമ്പോൾ അന്ന് ഷിയാക്കൾ തുടങ്ങുന്നേ ഉള്ളൂ ഈ ഏർപ്പാട്, അല്ലാതെ വേറെ എവിടെയുമില്ല. അതുകൊണ്ട് ആ ഖുത്ബന്റെ ഏടിന് പോലും ഈ വിഷയം പരാമർശം വന്നിട്ടില്ല, ഇമാം ഷാഫി പറഞ്ഞിട്ടില്ല. അതിനുശേഷമുള്ള 600 വരെയുള്ള പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളെ ഇല്ല. 600കൾക്ക് ശേഷം മുദഫർ രാജാവ് തുടങ്ങി വെച്ചു. ചില രാജാക്കന്മാരുടെ സ്വാധീനത്തിൽ ആരംഭിച്ചു. അത് ഔദ്യോഗികമായി പരിവേഷമുണ്ടായി. അതിനുശേഷം ചില പണ്ഡിതന്മാർ അനുകൂലിച്ചു, ചില പണ്ഡിതന്മാർ പ്രതികൂലിച്ചു. ഇതാണ് ഉണ്ടായത്. ആരനുകൂലിച്ചാലും ഇല്ലെങ്കിലും ശരി, ഇത് ബിദ്അത്താണെന്ന് കാര്യത്തിൽ സംശയമില്ല. അത്തരം ബിദ്അത്തുകൾ ചെയ്ത് പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് എത്തിയാൽ രക്ഷപ്പെടില്ല എന്നുള്ളത് നമ്മൾ ഓർത്താൽ നന്നു. ഹൗദുൽ കൗസറിൽ വെള്ളം കുടിക്കാൻ ചെല്ലുമ്പോൾ നബിതങ്ങൾ ആട്ടിയകറ്റുന്ന രംഗമുണ്ട്. ആട്ടിയകറ്റപ്പെടും നബിതങ്ങൾ. പല ഒരു വിഭാഗം ആളുകൾ വെള്ളം കുടിക്കാൻ വരുമ്പോൾ അകറ്റപ്പെടും അവര്. അപ്പൊ ഞാൻ റബ്ബേ യാ റബ്ബി ഉസൈഹാബി റബ്ബേ, എന്റെ അനുചരന്മാരാണല്ലോ, എന്റെ അനുയായികളാണല്ലോ റബ്ബേ, അവർ കുടിക്കട്ടെ വെള്ളം എന്ന് പറയുമ്പോൾ എന്നോട് പറയും ലാ തദ്രി മാ അഹ്ദസു ബഅദക,
നബിയെ നിങ്ങളുടെ കാലശേഷം അവർ എന്തെല്ലാമാണ് മതത്തിലേക്ക് കൂട്ടിച്ചേർത്തത് എന്ന് നബിയെ നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ കാലശേഷം ഈ മതത്തിലേക്ക് അവർ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്കറിയില്ല എന്ന് എന്നോട് പറയും. അപ്പൊ ഞാൻ പറയും സുഹ്കൻ സുഹ്കാ ലിമൻ ബദ്ദല ദീനി, എന്റെ ദീന് എന്റെ കാലശേഷം മാറ്റിമറിച്ചവർ അവർ ദൂരെ പോകട്ടെ, അവർ അകന്നു പോകട്ടെ, നാശമുണ്ടാകട്ടെ എന്ന് ഞാൻ പറയുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഈ ആഘോഷവും ആചാരമൊക്കെ ഇവിടെ ഒരു പക്ഷെ വലിയ പളപളപ്പും വലിയ സ്വീകാര്യതയും മനസൗഹാർദ്ദമായും ഒക്കെ ഒരു പക്ഷേ ഇവിടെ അംഗീകരിക്കപ്പെട്ടേക്കാം. പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇത് തിരിഞ്ഞുകുത്തുമെന്ന കാര്യത്തിൽ സംശയമേതും വേണ്ട. അത് എല്ലാ ബിദ്അത്തിനെയും ഒഴിവാക്കിക്കൊണ്ട് സുന്നത്തിലേക്ക് നമുക്ക് മടങ്ങാം. നബി തങ്ങൾ എന്താണോ പഠിപ്പിച്ചത്, സ്വഹാബത്ത് എന്താണോ മാതൃകയായി കാണിച്ചത്, താബിഈങ്ങൾ എന്താണോ സ്വഹാബത്തിൽ നിന്ന് ദീനായി സ്വീകരിച്ചത്, അതാണ് ഖിയാമത്ത് വരെ ദീന്. ഫമാലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകുനുൽ യൗമ ദീന. അന്ന് മതമല്ലാത്തത് ഇന്നും മതമാവുകയില്ല എന്ന ഇമാം മാലിക്കിന്റെ വചനം അത് നാം അടിസ്ഥാനമായി സ്വീകരിച്ച് സുന്നത്ത് പ്രകാരം ജീവിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.